ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പെഡിക്യൂറാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെഡിക്യൂർ വീഡിയോ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഒരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. നല്ല ചൂടാവരുത്, കുറച്ച് ഇളം ചൂടായിട്ടുള്ള വെള്ളം എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഷാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്ന ഷാമ്പു താണ്ട് ഇതാണ്. ഇതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നമ്മുടെ വെള്ളം ഒന്ന് മിക്സാക്കി ഒന്ന് എടുക്കുന്നുണ്ടേ. കൈകൊണ്ട് തന്നെ ഇതേ രീതിയിലൊന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ഇതേ രീതിയിൽ കിട്ടും. പതഞ്ഞ് നല്ല പതയായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മുടെ കാലൊന്ന് ഇറക്കി ഒരു 10 മിനിറ്റോളം ഒന്ന് വെക്കുന്നുണ്ടേ. ഇപ്പോൾ ഇതേ രീതിയിൽ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം. ഇനി ഇതിലേക്ക് നമ്മുടെ കാലങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം കാലിൽ നല്ല രീതിക്ക് ഇതൊന്ന് പിടിക്കാനായിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് കാല് നല്ല രീതിക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഒരു ബ്രഷ് എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നഖത്തിൻ്റെ ഇടയിലെ അഴുക്കുകൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇതേ രീതിയിൽ നമ്മുടെ കാല് നല്ല രീതിക്ക് നോവാത്ത പോലെ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഇതേ രീതിയിലൊന്ന് ബ്രഷ് ഇട്ടിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയൊരു ചൂടുവെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞതിന് ശേഷം ഒരു നാരങ്ങ ഇതേ രീതിയിൽ പകുതി കട്ട് ചെയ്തത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കോഫി പൗഡർ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എടുത്ത് നമ്മുടെ കാലിലേക്ക് നല്ല രീതിക്ക് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം കഴിഞ്ഞ് ഉണങ്ങിയിട്ട് കഴുകിക്കളയാം. വെയിലടിക്കുന്ന സമയത്ത് നമ്മുടെ കാലിലുണ്ടാകുന്ന കരിവാളിപ്പുകൾ, കറുത്ത പാടുകൾ അതെല്ലാം മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇതേ രീതിയിൽ നാരങ്ങയിലും മഞ്ഞളും കോഫിയും കൂടി ചേർത്ത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. കുറച്ച് നേരം ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്ത എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കാലിൻ്റെ വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വീക്കിലി ഒക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കുമേ.